ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ കീറാമുട്ടിയായി ഉയർന്നു കേട്ടത് രാജ്യസഭാ സീറ്റായിരുന്നു. അതിലൊരു തീരുമാനമായി ആകെയുള്ള 2 സീറ്റിൽ ഒന്ന് CPM ഉപേക്ഷിക്കുകയും അത് കേരള കോൺഗ്രസ് എമ്മിന് മാണി വിഭാഗത്തിന് വിട്ടു നൽകുകയും ചെയ്തു. മറ്റ് സീറ്റ് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ CPIക്ക് നൽകി. എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ പ്രശ്നം തീർന്നില്ല. സ്വയം ചാവേറായി മാറിയെങ്കിൽ പോലും മറ്റുള്ള സഖ്യകക്ഷികളെ എങ്ങനെ പിണക്കാതെ കൂടെ നിർത്തുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. അതിൽ രാജ്യസഭാ സീറ്റിന് വേണ്ടി ശക്തമായി പോരാടിയ RJD ഇപ്പോൾ വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തുകയാണ്. രാജ്യസഭാ സീറ്റിന് കേരള കോൺഗ്രസിനും CPIക്കും നൽകി വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു നീക്കമാണ് അവസാന ഘട്ടത്തിൽ CPM നടത്തിയതെങ്കിൽ മുന്നണിക്ക് കൂടുതൽ തലവേദനയായി തന്നെയാണത് മാറിയത്. RJDക്ക് നിരാശയുണ്ടായതിൽ കടുത്ത എതിർപ്പ് തന്നെയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. പ്രശ്നം വീണ്ടും സജീവ ചർച്ചയായി തന്നെ മാറുന്നുണ്ട്. സീറ്റ് കിട്ടാത്തതിലെ അതൃപ്തി പരസ്യമാക്കി തന്നെയാണ് RJD രംഗത്ത് വന്നിരിക്കുന്നത്. ഇടതു മുന്നണിയിൽ തങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ല എന്നും അർഹമായ പരിഗണന LDFിൽ തങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുമാണ് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയസ് കുമാർ പറഞ്ഞിരിക്കുന്നത്. തുടക്കം മുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിൽ പോലും അത് നിരാകരിച്ചു. അതിനൊപ്പം JDSന് മന്ത്രിസഭയിലും മുന്നണിയിലും നൽകുന്ന പരിഗണന, അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, ആരോപണ ശരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശ്രേയസ് കുമാർ ഉയർത്തിയിരിക്കുന്നത്. അത് ഒരേ സമയം CPMനും JDSനും തലവേദനയായി തന്നെ മാറുന്നുണ്ട്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ അംഗമായിട്ടുള്ള JDSന് എന്തിനാണ് കേരളത്തിൽ ഇടതു സർക്കാരിൽ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? ഇതാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം. ജനതാദൾ നേതാവായിട്ടുള്ള HD കുമാരസ്വാമി ഇപ്പോൾ മോദി മന്ത്രിസഭയിലെ അംഗമാണ്, കേന്ദ്രമന്ത്രിയാണ്. ആ പാർട്ടിയുടെ ഒരു കേരള ഘടകം LDFിൽ തുടരുന്നു. ഇതെന്ത് വിരോധാഭാസമാണ് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരേ സമയം നരേന്ദ്രമോദി മന്ത്രിസഭയിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ മന്ത്രിസഭയിലും ഒരു പാർട്ടി തുടരുന്നു. ശരിക്കും അത് വെട്ടിലാക്കിയിരിക്കുന്നത് JDSനെയല്ല, ഏറ്റവും അധികം CPMനെയാണ്, LDFനെയാണ്. ഇപ്പോൾ മുന്നണി മാറ്റത്തെ സംബന്ധിച്ചുള്ള പരിഗണന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം LDFിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു. നിലവിലെ കാര്യം ആലോചനയിലില്ല. എന്നാൽ ഇനി മുന്നോട്ടുള്ള കാര്യം എന്ത് എന്നുള്ളതാണ് അവശേഷിക്കുന്നത്. ചില പ്രത്യേക പാർട്ടികൾക്ക് ഇങ്ങനെ പരിഗണന നൽകുന്നതിലുള്ള അഭിപ്രായ വ്യത്യാസം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മുന്നണിയിലെ 4ാമത്തെ കക്ഷിയാണ് RJD. രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തെങ്കിലും ഒരു മാന്യത CPM കാണിക്കണമായിരുന്നു. 2018 മുന്നണിയിലെത്തുമ്പോൾ രാജ്യസഭാ അംഗത്വം ഉണ്ടായിരുന്നു. 19 അവരുടെ സീറ്റ് CPIക്ക് കൊടുത്തു. 24 അത് തിരികെ നൽകാൻ തയ്യാറാകണമെന്നായിരുന്നു. അതുപോലും ഇതുവരെയും ചെയ്തിട്ടില്ല എന്നും വലിഞ്ഞു കയറിയവരല്ല, പകരം ക്ഷണിച്ചിട്ട് വന്നതാണെന്നും ശ്രേയസ് കുമാർ തന്നെ തുറന്നടിച്ചു. എന്തായിരുന്നാലും ഇതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് CPMനുണ്ടായിരിക്കുന്നത്. ഇനി